അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ക്രിസ്ത്യാനിറ്റി ഓർക്കണം, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും തളർന്നു പോകാതിരിക്കണമെങ്കിൽ സകലങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പീഡകളും മരണങ്ങളും ദുരന്തങ്ങളും ഒറ്റപ്പെടലും കടബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ തളർന്നു വീഴാതിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ശരീരത്തിൽ ഒരു ഭക്ഷണം ഉണ്ടായിരിക്കണം. അത് നമ്മുടെ കർത്താവിൻ്റെ ശരീര രക്തമാണ്, പരിശുദ്ധ കുർബാനയ. അത് ഭക്ഷിച്ചിട്ട് പോകണം. ഓരോ ദിവസവും സഭ വിളിച്ചു പറയാ, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി പാനം ചെയ്യുവിൻ, അത് സ്വീകരിക്കണതയോ ഉണ്ട്. നിരന്തരമായ ബലി അർപ്പണം, ബലിയിലേക്ക് വരണം, കുർബാനയിലേക്കുള്ള വിശുദ്ധ കുർബാനയിലേക്കുള്ള വരവ് അത് കൂടണം. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാം, എൻ്റെ ജീവിതം ഇന്നിവിടെ നിന്ന് എടുക്കുന്നതും എനിക്ക് കൃപ കിട്ടുന്നത് ഒറ്റ സ്ഥലത്ത് നിന്നാണ്, ബലിപീഠത്തിൽ നിന്നാണ്, കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ സഹനങ്ങളും പീഡകളും വേദനകളൊക്കെ വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടും കർത്താവിനെ പ്രഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവോ എൻ്റെ പ്രാപ്തി കൊണ്ടോ നേടിയെടുത്തതല്ല. അതിനുള്ള മുഴുവൻ പവറും എനിക്ക് തരുന്നത് ഞാൻ ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധ കുർബാനയാണ് എനിക്ക് ആ പവർ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയും, തളർന്നു വീഴാതിരിക്കാൻ ഒരു ഭക്ഷണം മതി. സാത്താൻ നിന്നെ തൊടില്ല, സാത്താൻ തൊടില്ല, അടുക്കില്ലവൻ. കുർബാന ശരീരത്തിലുണ്ടെങ്കിൽ എനിക്കറിയത് ബലിയർപ്പിച്ച പിന്നെ 10 ശക്തി എനിക്കുണ്ടാവും. ശുശ്രൂഷ എനിക്ക് അപ്പം എനിക്ക് പേടിയില്ല, ഒരു പിശാചിനും പേടിയില്ല, ഒരു ശക്തിയും ആരെ ഒന്നിനും പേടിയില്ല. അല്ല, ഇരട്ടി പവറാണ്. ആ സമയത്ത് പോയി രോഗികളുടെ മേൽ കൈവച്ചാൽ എനിക്ക് ഉറപ്പാണ് കർത്താവിൻ്റെ അന്ന് അവിടെ വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിന് മുഴുവൻ പവർ കിട്ടുന്ന പരിശുദ്ധ കുർബാനയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറും. ഇവിടെ ഇരിക്കുന്ന മക്കൾ എല്ലാ ദിവസവും പള്ളി വരുന്നവർ തീർച്ചയായിട്ടും കാണും. ആയിരക്കണക്കിന് മക്കൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ വരാത്ത മക്കളായിരിക്കും കൂടുതൽ. അവരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും അനുദിന ബലി, ഞായറാഴ്ച കുർബാനക്കാർ മാത്രമാകരുത്. അതും ആഗ്രഹം കൊണ്ട്, കുർബാനയോടുള്ള ആഗ്രഹം, ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ആഗ്രഹം, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ ഭക്ഷണം അതെടുത്ത് ദൈവം, അത് പരിശുദ്ധ കുർബാന, അത് ഭക്ഷിച്ചിട്ട് നീ ഓട്. അവിടെ സാത്താൻ നിന്നെ പിടിക്കില്ല, പാപത്തിൻ്റെ കുഴി പോയി വീഴില്ല, അശുദ്ധ പാപങ്ങളിൽ പോയി വീഴില്ല, നിരാശയിൽ പോയി വീഴില്ല, മദ്യപാനത്തിൽ പോയി തകരില്ല, കുടുംബം തകരില്ല, മക്കൾ തകരില്ല, ജീവിതം വിശുദ്ധി കൊണ്ട് പൊതിയും. 2 കരം കൊടുത്തി ഈശോയെ വിളിച്ച് വിശുദ്ധി നിറയാനുള്ള, വിശുദ്ധി ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും പരിശുദ്ധ കുർബാന ഭക്ഷിക്കണം. പരിശുദ്ധ കുർബാന ഭക്ഷിച്ചാലേ വിശുദ്ധി ഉണ്ടാകുള്ളൂ. കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ ബോധനത്തിനുമായിട്ട് അർപ്പിക്കപ്പെടുന്ന ഇവിടെ കർത്താവിൻ്റെ കാൽവരി ബലി അത് സ്വീകരിച്ചെങ്കിൽ വിശുദ്ധി പ്രാപിക്കാൻ പറ്റുള്ളൂ. അവിടെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. നീ വിശുദ്ധി ഉണ്ടെങ്കിൽ സാത്താനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. വിശുദ്ധി ഉണ്ടെങ്കിൽ നരകത്തിൽ പോകാൻ, സ്വർഗത്തിൽ എത്തുകയുള്ളൂ. വിശുദ്ധി ഇല്ലാത്ത ആത്മാക്കളാ തീ നരകത്തിലേക്ക് പോകുന്നത്. വിശുദ്ധിയില്ലാത്ത ആത്മാക്കളാ. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ജീവൻ വെച്ചാൽ സാത്താൻ തൊടില്ല. വീടുകളിൽ ചില പ്രാർത്ഥനകൾ ഞാൻ പറയാം, നിങ്ങൾ ഈ പൈശാചികതയെ ഉപേക്ഷിക്കുക. ഒന്ന്, മിഖായേൽ മാലാഖയുള്ള പ്രാർത്ഥന നിങ്ങൾ പറ്റുമെങ്കിൽ ദിവസം ഒരു 10-15, ഞാനൊക്കെ പറയും ഒരു 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ കരുണയുടെ ചവമാൽ ഭയങ്കര പവറാണ് പൈശാചികതയെ ഉപേക്ഷിക്കാൻ. വിശ്വാസ പ്രമാണം നിങ്ങളൊരു 9 തവണ ഞങ്ങൾ അല്ലെങ്കിൽ ചൊല്ലിയിട്ട് 9 തവണ വെച്ച്, അല്ലെങ്കിൽ 12 പ്രാവശ്യം 12 അപ്പസ്തോലന്മാരുടെ അനുസ്മരിച്ചുകൊണ്ട് 12 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നിങ്ങളുടെ കൈകൾ വീട്ടിൽ ഹോളി വാട്ടർ, വിശുദ്ധ ജലം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഈ അസ്വസ്ഥതയുള്ള വീട്ടിൽ ആ വീട്ടിൽ മുകളിൽ തളിക്കണം. അങ്ങനെ ഒരു 33 ദിവസം നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് ഫോർ 33 days നിങ്ങൾ വെച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ ആ വീട്ടിലെ അന്ധകാരം പിന്നെ നിങ്ങൾ ക്ഷമിച്ചാലും പിന്നെ സഹിച്ച് നിന്നോണം. ഈ പറയുന്ന 33 ദിവസത്തിനുള്ളിൽ ഒരുപാട് അസ്വസ്ഥത ആദ്യം ഉണ്ടാകും. ഈ ജലം തെളിച്ച് പ്രാർത്ഥന തുടങ്ങും, ഭയങ്കര പ്രശ്നം ഉണ്ടാകും. പക്ഷേ അത് പ്രശ്നം വരുമ്പോൾ പ്രയർ നിർത്തിയേക്കരുത്, അത് തീർക്കണം, കംപ്ലീറ്റ് ചെയ്യണം. ഫോർ 33 days 12 times every day. 12 അപ്പസ്തോലന്മാരെ അനുസ്മരിച്ചുകൊണ്ട് 33 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ജലം നിങ്ങളുടെ വീടിനും പരിസരത്ത് അടിച്ചു നോക്കിക്കോളൂ. പോകുന്ന വഴികളിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾ മിഖായേൽ മാലയുടെ പ്രാർത്ഥന ചൊല്ലിട്ട് വണ്ടിയെ കയറുക. പ്രൈസ്. മിഖായേൽ മാല ഭയങ്കര പവർഫുള്ളാണ്. ബിസിനസ് സ്ഥാപനങ്ങൾ ചില മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ. നമ്മുടെ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ വാതിക്കൽ മിഖായേൽ മാലാഖ കാണും, വീടിൻ്റെ വാതിക്കൽ നിൽക്കും. എൻ്റെ ജീവിതത്തെ അനുഭവം കേട്ടോ.
നമ്മുടെ അപ്പോൾ മിഖായേൽ മാലാഖയോട് ഡെയിലി പ്രാർത്ഥിക്കും, ഡെയിലി ഒരു സ്നേഹം കൂടണം. ഭയങ്കര ഒരു ആത്മമിത്രമായിട്ട് മിഖായേൽ മാലാഖ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാവേ, മിഖായേൽ മാലാഖയാണ് എപ്പോഴും വിളിക്കുന്നത്. മിഖായേൽ, സെന്റ് മൈക്കിൾ. പ്രൈസ് ദി ലോർഡ്. സോ യു ഇൻവോക്ക് ദ പ്രസൻസ് ഓർ ഇന്റർസെഷൻ ഓഫ് സെന്റ് മൈക്കിൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെരി പവർഫുൾ. പിന്നെ കൂടെ കുമ്പസാരിക്കണം. എന്നുവെച്ചുകൊണ്ട് പാപത്തിൻ്റെ നമുക്ക് ചെറിയ പാപം വരുമ്പോൾ നമ്മൾ ഏറ്റവും ഞാൻ പറയും സമയമനുസരിച്ച് ചില പള്ളികൾ ചില സാഹചര്യങ്ങളുണ്ട്. തിരക്കിട്ട സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ എത്രയോ സമയങ്ങളുണ്ട്. ഒരു സ്വസ്ഥമായിട്ട് കുമ്പസാരിക്കാൻ പറ്റും. ഇവിടെയൊക്കെ എന്തോരം ദേവാലയങ്ങളും സൗകര്യങ്ങളും ഉണ്ട് കുമ്പസാരിക്കാൻ. ഉപയോഗിക്കണം. അത് നല്ലതാണ്. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. ഞായറാഴ്ച കുർബാന മുടക്കരുത്. ഞായറാഴ്ച കുർബാനയുടെ ദിവസം ഞായറാഴ്ച ദിവസം ഒത്തിരി പരിപാടികൾക്ക് പോകരുത്. സാബത്ത് ആചരിക്കണം. സാബത്തിനെ നന്നായിട്ട് ബഹുമാനിക്കണം. അടുപ്പിടിക്കാൻ ദൈവമക്കളെ, സാത്താൻ നിന്നെ തൊടില്ല, അടുക്കില്ലവൻ. അതുകൊണ്ട് ഞാൻ പറയും, ഭാഗ്യപ്പെട്ട ദൈവമക്കളായ നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ വീട്ടിലെ ഒരുപാട് പൈശാചികപീഠകൾ മാറി നിങ്ങൾ ശാന്തമാകും. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെട്ടിരിക്കുമ്പോൾ യാതൊരു സംശയം